ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കർദിനാൾ സംഘം. ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തോടെ പത്രോസിന്റെ പുതിയ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് കർദിനാൾ സംഘം ദൈവജനത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥന വെച്ചത്. ദൈവകൃപയുടെയും ആധ്യാത്മിക വിചിന്തനത്തിന്റെയും അവസരമായി കോൺക്ലേവിന്റെ സമയം ജീവിക്കാനും ദൈവഹിതം ശ്രവിക്കാനും മനസ്സിലാക്കാനും വേണ്ടി തങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ കർദിനാൾ സംഘം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. തങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അതുകൊണ്ടുതന്നെ തങ്ങളെ സ്ഥൈര്യപ്പെടുത്താനായി ദൈവജനത്തിന്റെ മുഴുവനും പ്രാർത്ഥനകൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കർദിനാൾ സംഘം എഴുതി. ക്രിസ്തുവിന്റെ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളുടെ ഒത്തൊരുമയെ ശക്തിപ്പെടുത്തുന്നത് സഭയിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഈ കാലയളവിന്റെ പ്രാധാന്യത്തിന്റെയും ആവശ്യങ്ങളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി സ്വർഗസ്നായ പിതാവിന്റെ അനന്തമായ ജ്ഞാനത്തിന്റെയും പരിപാലനയുടെയും എളിമയുള്ള ഉപകരണങ്ങളായി മാറേണ്ടത് ആവശ്യമാണെന്ന് തങ്ങൾ തിരിച്ചറിയുന്നുവെന്നും തങ്ങളുടെ ഈ അഭ്യർത്ഥനയെ പരിശുദ്ധ അമ്മ തന്റെ മാതൃപരമായ മധ്യസ്ഥത്തോടെ പിന്തുണയ്ക്കട്ടെ എന്നും കർദിനാൾ സംഘം എഴുതി.